ഇവിടെ തന്നെ വേർതിരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കണക്കുകൾ പരസ്പരം യോജിപ്പിക്കാൻ കഴിയുള്ളൂ. അവിടെ ഇത്ര വിശദീകരിച്ച് പറഞ്ഞിരുന്നത്. അൽ ഉസൂല് പിതാക്കന്മാര്, ഉമ്മ ഉപ്പ അങ്ങനെ പോകും മുകളിലോട്ട്. അൽ ഫുറൂ എന്ന് പറഞ്ഞാൽ താഴോട്ട്, മക്കള് മക്കളുടെ മക്കള്. മൂന്നാമത്തെ വിഭാഗം അൽ ഹവാഷി. ഹവാഷി എന്ന് പറയുമ്പോൾ മരണപ്പെട്ട ആളുടെ ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും ബന്ധം വെക്കുന്ന ആൾക്കാർ. മരണപ്പെട്ട ആളുടെ ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും മയ്യത്തുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കാണ് ഹവാഷി എന്ന് പറയുക. അത് ആരൊക്കെ വരും? മരിച്ച ആളുടെ സഹോദരന്മാർ. ഉപ്പയിലൂടെയല്ല ബന്ധം. അതുപോലെ തന്നെ ഉമ്മയിലൂടെ ഉമ്മയുടെ മറ്റുള്ള മക്കളും. അതുപോലെ തന്നെ ഉപ്പാന്റെ സഹോദരന്മാർ, അമ്മ്, മയ്യത്തിന്റെ ഉപ്പാന്റെ സഹോദരന്മാർ, അവരുടെ മക്കള്. അതുപോലെ തന്നെ മയ്യത്തിന്റെ സഹോദരന്മാർ, അവരുടെ മക്കള്. ഇവരാണ്